നമസ്കാരം. വെനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സന്തോഷമായിട്ടുള്ള ഒരു ദിവസത്തിൽ നമുക്ക് അത്യാവശ്യം ചിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് വേണമല്ലോ അല്ലേ? അതുകൊണ്ട് ഇന്ന് അത്തരത്തിൽ ചിരിക്കാനായിട്ടുള്ള ഒരു കിഡിലൻ ഒരു മാസ് വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, മുഴുവനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. കാരണം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന വ്യക്തി എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ വേറൊന്നുമല്ല, തൃശ്ശൂരിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. കാരണം ഇപ്പോൾ എവിടെ എടുത്താലും നമ്മളിപ്പോൾ തൃശ്ശൂരാണല്ലോ കേന്ദ്രീകരിക്കുന്നത്. ഈ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പും എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, അവിടെ ഷിറ്റ് ഗോപിയാണ് വിജയിച്ചതിന് ശേഷവും വീണ്ടും ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ തൃശ്ശൂർ തന്നെ. ഇപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതുപോലത്തെ ഒരു മരമണ്ടനെ അവിടെ ജയിപ്പിക്കേണ്ടായിരുന്നു എന്ന്. കാരണം വരുന്ന സാധനങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ്. ഇപ്പം തൃശ്ശൂർ ജയിക്കുന്നതിന് മുമ്പേ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. മന്ത്രിസ്ഥാനമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഗോപി അണ്ണന് പെട്ടെന്ന് ഈ ക്യാബിനറ്റ് പദവിയോട് കൂടിയുള്ള മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലുള്ള ഒരു അമർഷവും കേരളത്തിലെ ജനങ്ങൾ കണ്ടു. അധികാരമോഹിയാണ്, അധികാരത്തിന് വേണ്ടി മാത്രമാണ് ഈ തൃശ്ശൂർ ഈ കണ്ട 5-8 വർഷം തൃശ്ശൂർ കിടന്ന് ഇങ്ങനെ ഞെരങ്ങി അവിടുത്തെ കോളനികളൊക്കെ മൊത്തം കയറി നിരങ്ങി അവിടെ പൈസയും കൊടുത്ത് കാണിക്കാൻ പാടില്ലാത്ത പല തരത്തിലുള്ള നെറിവുകേടും രാഷ്ട്രീയത്തിൽ കാണിച്ചിട്ടാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ ജയിച്ചത്. അതോടൊപ്പം തന്നെ ഇടതും വലതുമായിട്ടുള്ള ആൾക്കാർ ശരിക്കും ആ പറയുന്ന സ്വന്തം സ്ഥാനാർത്ഥികളുടെ കാല് പിടിച്ച് വലിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. 73,000 വോട്ടാണ് അവിടെ പിന്നെ കോൺഗ്രസിന് കുറഞ്ഞു പോയത്. കാരണം എല്ലാ മണ്ഡലത്തിലും പോയി നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന നമ്മുടെ മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുവന്ന് 8 നിലയിൽ പൊട്ടിച്ചിട്ടുള്ള ഒരു പ്രവർത്തകർ കൂടെയാണ് ഈ കോൺഗ്രസ്. നമ്മൾ മറക്കാതിരിക്കുക. കാരണം കോൺഗ്രസിലൊരു മിന്നുന്ന വിജയം കേരളത്തിൽ നേടിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കാണിച്ചിട്ടുള്ള നെറിവുകേട് അത് നെറിവുകേട് തന്നെ എന്ന് പറയേണ്ടിയിരിക്കും. നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു കിഡിലൻ വീഡിയോ ഉണ്ടല്ലോ, അത് മേക്ക് ചെയ്തവനെ സമ്മതിക്കണം. അത് അവതരിപ്പിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ നമ്മുടെ ചാണക ഗോപി ഇതിനകത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ടൂറിസം പിന്നെ സഹമന്ത്രിയായിട്ടാണല്ലോ നമ്മുടെ ഷിറ്റ് ഗോപിക്ക് കിട്ടിയത്. അപ്പോൾ കേരളത്തിൽ ടൂറിസത്തെ ഏത് ലെവലിലേക്ക് ഏത് മേഖലയിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പോയവരും ഇനി പുതുതായിട്ട് വരുന്ന ആൾക്കാരും എന്തോ കാമവെറിയോട് കൂടിയ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവം പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം. കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ഈ കൊച്ചു തൃശ്ശൂരിൽ നടക്കുന്നത്. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തിനു വന്നൻ സ്വകാര്യ സുഖങ്ങളിൽ കൈയിട്ടു മാന്തുന്നു, മാറ്റൊലിയില്ലാത്ത മൗനം മുറിക്കുന്നു. പൂച്ചയാണിന്നെന്റെ ദുഃഖം, ഒരു പൂച്ചയാണിന്നെന്റെ ദുഃഖം. ചിലയിടത്ത് കണ്ണീര്, ചിലയിടത്ത് നൃത്തം. എന്തൊക്കെയാണിത്? ശുഭദിനം. തൃശ്ശൂർ പൂരം നടത്തുന്നതിന് പുതിയ നറേറ്റീവ് ഉണ്ടാവും, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സുരേഷ് ഗോപി തൃശ്ശൂര് ശരിക്കും എടുത്ത്. തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. തൃശ്ശൂർ അവരെനിക്ക് തന്നു, അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. ഹൃദയത്തിൽ വന്നിരുന്ന സമയത്ത് ഒരണി ഒരു പൂമാലയായിട്ട് സുരേഷ് ഏട്ടനെ കാണാനെത്തി. Not between this. I'm going ahead. Please. എടുത്തു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും. തലയിൽ വെച്ച പേനരിച്ചാലോ? നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റ് ഞാൻ കൊണ്ട് നടക്കും. തിടമ്പേറ്റിക്കൊണ്ട് നടക്കുന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ പൂമാലയുമായി വന്ന അണിക്ക് കുറച്ചും കൂടി ആവേശമായി. മൂപ്പര് ആ മാല ഒന്നും കൂടി നീട്ടി. പ്ലീസ്. ഒരുപാട് ആഗ്രഹിച്ചവർക്ക് ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ ഒന്നു മാത്രം ഒരുപാട് വട്ടം ആഗ്രഹിച്ചവർ അത് നേടിയെടുത്തിരിക്കും. ശുഭദിനം. ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. എന്താണ് ഇവരെ സങ്കടം എന്നാ? അത് പിന്നാലെ പറയാം. കഷ്ടം, വല്ലാത്ത കഷ്ടം. സുരേഷ് ഏട്ടൻ ജയിച്ചത് തൃശ്ശൂരിൽ നിന്നാണെങ്കിലും തൃശ്ശൂരിന്റെ മാത്രം MP ആയിരിക്കൂല മൂപ്പര്. അപ്പൊ തമിഴ്നാടിന്റെ കാര്യം കൂടി നോക്കുന്ന ഒരു MP ആയിരിക്കും. അതെന്താന്നാ, മൂപ്പരക്ക് തമിഴ്നാട്ടിലോട്ട് ഒരു നോട്ടമുണ്ട്. പാലക്കാട് വഴി തമിഴ്നാട്ടിലോട്ടും പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് സുരേഷ് ഏട്ടന്റെ തീരുമാനം. രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. മന്ത്രിയാകാൻ സുരേഷ് ഏട്ടന് ആഗ്രഹം ഉണ്ടോന്നാ? ഇല്ല.
നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇതൊക്കെ തീരുമാനിക്കുന്നത് മൂപ്പര് തന്നെയാണോ? ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. സുരേഷ് ഏട്ടന് മന്ത്രിസ്ഥാനൊന്നും വേണ്ട. പക്ഷേ മൂപ്പർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് 10 വകുപ്പുകളുടെ ഒരു ഇൻകോർപ്പറേഷൻ ഇൻടു ഓപ്പറേഷൻസ് വിച്ച് ഐ നീഡ് ടു ഇംപ്ലാന്റ് ഇൻ കേരള. 1, 2, 3 ഒന്നും വകുപ്പുകളിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല സുരേഷ് ഏട്ടൻ. ഞാനൊരു 1, 2, 3 വകുപ്പിൽ ഒതുങ്ങിപ്പോയാൽ അത് നല്ലതല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് പൊട്ടിക്കമ്പാണേ അന്ന് സ്റ്റക്കായി തോന്നണം. അല്ല, എത്ര വകുപ്പുകളാണ് സുരേഷ് ഏട്ടൻ നിങ്ങളെ അണ്ടറിൽ വേണ്ടത്? എനിക്ക് ഒരു 10 വകുപ്പുകളിലെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ക്യാബിനറ്റിലോ MOS സ്റ്റേറ്റ് മന്ത്രി പദത്തിലോ ഇല്ലാത്ത ഒരു എക്സ്റ്റേണൽ പാർട്ടിക്കിളായിട്ട് തന്നെ നിർത്തിയാൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തി ഒരു 10 വകുപ്പുകളുടെ എങ്കിലും ശക്തമായ ഇടപെടൽ പ്രവർത്തനം എനിക്ക് കേരളത്തിൽ ആവശ്യമുണ്ട്. എത്രയാണ് വേണ്ടത്? ഒരു 10 വകുപ്പ് വേണം. ശുഭദിന. തൃശ്ശൂർ എടുത്ത ശേഷം സുരേഷ് ഏട്ടൻ വൻ പെർഫോമൻസ്. അപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രേട്ടന് ഒരു ഡൗട്ട്. അല്ല, ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന അണിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് BJP സംസ്ഥാന കമ്മിറ്റീൻ്റെ പേജിൽ ഞാൻ മെയിനാണെന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടാൻ. അപ്പം തന്നെ ഇട്ടിനാണ്. ഈ വിജയത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള തെളിമ, ശുദ്ധി, വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒരു ഘടകമായിട്ടുണ്ട്. പക്ഷെ പാർട്ടിയും അതും കൂടി ചേർന്നതുകൊണ്ടാണ് വിജയിച്ചത്. ആണോ? അതുകൊണ്ടാണോ വിജയിച്ചത്? ആണോ? എനിക്കറിയില്ല. അങ്ങനെ ക്രെഡിറ്റ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാൻ സുരേഷ് ഏട്ടന് തൽക്കാലം താല്പര്യമില്ല. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. ക്രെഡിറ്റ് ഇങ്ങോട്ടും ആകാം എന്നുള്ളതാണ് സുരേന്ദ്രേട്ടൻ്റെ ഒരു ഇത്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള മികവും പാർട്ടിയുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാണ്, സുരേഷ് ഏട്ടന് മന്ത്രി ആണ്ട. നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് മൂപ്പര് വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ ഒരു കാള് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രിയാണ്. പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റിന് തന്നെ ഡൽഹിയിലോട്ട് വന്നോളാൻ പറഞ്ഞു. തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടൻ എത്താൻ പറഞ്ഞു. 11:30 വീട്ടിലെത്തണമെന്ന് പറഞ്ഞു. എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? 10 വകുപ്പുകൾ അണ്ടർലായി കൊടുക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അദ്ദേഹം വിളിച്ചു, നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ് വിളിച്ചോന്നോ എന്തിനാണ് ഡൽഹിയിലോട്ട് പോന്നോന്നുള്ള കാര്യം അപ്പോഴും സുരേഷ് ഏട്ടൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്താണ് കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ തിരിച്ചു പോയതാണ്. എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ വന്നു. എനിക്ക് അത്രേ അറിയുള്ളൂ. സുരേഷ് ഏട്ടന് ഒന്നും അറിയാൻ പറ്റുന്നേ ഇല്ല. അതൊന്നും എനിക്കറിയില്ല. എനിക്കിത് മാത്രമേ അറിയൂ. അങ്ങനെ കണ്ണുപൂട്ടി തുറന്നപ്പോഴത്തേക്ക് സുരേഷ് ഏട്ടൻ മന്ത്രി. I, Suresh Gopi, do swear in the name of God. ഇനിയിപ്പോ ഒരു മുറിയിലിരുന്നിട്ട് സുരേഷ് ഏട്ടൻ വിശ്രമിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർമ്മിക്കുമ്പോഴാ അവസ്ഥ ഏതുമാകട്ടെ പ്രതീക്ഷ കൈവിടാതിരിക്കുക. ശുഭദിന. അടുത്ത യുഗത്തിന്റെ അല്ലെങ്കിൽ അടുത്ത ദശാബ്ദത്തിന്റെ ഒരു ടൂറിസം എന്താണ്? പുതിയ മുമ്പ് വന്നു പോയവർ വീണ്ടും വരിക, പുതുതായി വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ആർത്തിയോടെ വരാൻ, അഭികാമ്യതയോടെ വരാൻ. അല്ല, ഒരു ഡൗട്ട്, എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ടൂറിസ്റ്റുകൾ വരുന്ന കാര്യം, കാമത്തോടെ വരാനുള്ള ഒരു സംവിധാനം ടൂറിസം. നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ എന്താ കാമഭ്രാന്തോടുകൂടിയ എന്തൊക്കെയാണ്, വെളുപോലെ ഉണ്ടോ എന്നൊന്നും അറിയില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിന് ഇനി പ്രത്യേകതരമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാകും. അതായത് തൃശ്ശൂർ പൂരം, ഈ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രത്യേക സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഷിറ്റ് ഗോപിച്ചേട്ടൻ സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് പറന്ന് അവിടെ എത്തിയതൊക്കെ. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ കബളിപ്പിച്ചും അവിടുത്തെ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു ജനാധിപത്യപരമായിട്ട് വിജയിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പല കോളനികളിലും സുരേഷ് ഗോപി ഓടി നടന്നിട്ട് കാശ് കൊടുത്തിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ 2 ഇടതും വലതുമായിട്ടുള്ള പാർട്ടിക്കാർ സ്വയം അവരുടെ സ്ഥാനാർത്ഥികളെ കാലെ പിടിച്ച് വലിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു സത്യം. അവിടെ സുരേഷ് ഗോപി വിജയിച്ചത് പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും കൂടെ ഒരു കഴിവ് കൊണ്ടാണ്. പക്ഷെ സുരേഷ് ഗോപി പറയുന്നത് അവിടെ ജയിച്ചത് പാർട്ടിയുടെ ഗുണം കൊണ്ടല്ല, മറിച്ച് എൻ്റെ വ്യക്തിത്വം കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ എനിക്ക് തന്നത്. എന്തായാലും തൃശ്ശൂർ എടുത്ത് അങ്ങോട്ട് തലയിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ തലയ്ക്കകത്തിരുന്ന് ഇനി എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്നുള്ളത് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷ, നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് എൻ്റർടൈൻമെന്റ്.